ഐശ്വര്യത്തിനായി നിങ്ങളുടെ നാളുമായി വളരെ പൊരുത്തമുണ്ട്. ഐശ്വര്യത്തിനായി ജന്മനക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട ചില വഴിപാടുകളും കർമ്മങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. അശ്വതി നാൾ. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ധൈര്യം, ഉത്സാഹശീലം, സാമർത്ഥ്യം, തളരാത്ത പരിശ്രമ സ്വഭാവം ഇവയോടു കൂടിയവരാണ്. ജീവിത നിലവാരം ഉയർത്തുവാനുള്ള പദ്ധതികൾ ചിട്ടപ്പെടുത്തുക, അവ നടപ്പിലാക്കുക, ഈ സ്വഭാവ സവിശേഷതകൾ അശ്വതി നക്ഷത്രക്കാരിൽ കാണാം. കൂടാതെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എന്നും ശതാക്ലേശങ്ങൾ സഹിക്കുകയും തൻ്റെ നിശ്ചയത്തിൽ നിന്നും പിന്മാറാത്തവരുമാകുന്നു. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മിക്കവാറും ഭാഗ്യവതികളായി കണക്കാക്കുന്നു. കാർത്തിക, മകയിരം, പുണർദം, വിശാഖം, നാലാം പാദം, അനിഴം, തൃക്കേട്ട എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. അതായത് ഈ നക്ഷത്ര ദിവസങ്ങളിലും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുമായും ഇടപാടുകൾ നടത്തുന്നത് ശുഭമല്ല. അശ്വതി നക്ഷത്രക്കാർക്ക് സൂര്യൻ, ചൊവ്വ, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളും അപഹാരകാലങ്ങളും ഗ്രഹങ്ങളുടെ ബലഹീനതയനുസരിച്ച് ദോഷപ്രദമാകാം. ദോഷാനുഭവങ്ങൾ കണ്ടു തുടങ്ങിയാൽ വിധിപ്രകാരം സൂര്യന് ശിവഭജനം, ചൊവ്വയ്ക്ക് സുബ്രഹ്മണ്യ ഭജനം, വ്യാഴത്തിന് വിഷ്ണു ഭജനം ഇവ അനുഷ്ഠിക്കുക. അശ്വതി, മകം, മൂലം എന്നീ നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് നന്ന്. അശ്വതി നക്ഷത്രത്തിന് മൃഗം കുതിര, വൃക്ഷം കാഞ്ഞിരം, ഗണം ദേവഗണം, യോനി പുരുഷയോനി, പക്ഷി പുല്ല്, ഭൂതം ഭൂമി. മേൽപ്പറഞ്ഞ മൃഗപക്ഷി വൃക്ഷങ്ങളെ നട്ടുവളർത്തി സംരക്ഷിക്കുകയും ചെയ്യുന്നത് ആയുരാരോഗ്യ ശ്രേയസ്സുകൾക്ക് നല്ലതാണ്. അശ്വതി നക്ഷത്രക്കാർ അവരുടെ ഐശ്വര്യത്തിനായി ജപിക്കേണ്ട ഒരു മന്ത്രമാണ് ഓം അശ്വനി കുമാരാഭ്യാം നമഃ. അശ്വനി നക്ഷത്രക്കാരുടെ നക്ഷത്രദേവത അശ്വനി ദേവകളാണ്. ഇപ്രകാരമാണ് നക്ഷത്രദേവതയെ വന്ദിക്കേണ്ടത്. ഭരണി നക്ഷത്രം. ഈ നക്ഷത്രക്കാർ അവർക്കിഷ്ടപ്പെട്ട ജോലികളെ ഭംഗിയായി ചെയ്യുന്നു. അതിൻ്റെ പൂർത്തീകരണത്തിലുള്ള ചിന്തയിൽ മുഴുകിയിരിക്കും. സ്വയാർജിതധനത്തിൽ ഇവർ തൃപ്തി കാണിക്കുന്നു. നേതൃത്വ ഗുണങ്ങൾ ഇവരിൽ കാണുന്നതോടൊപ്പം സഹായം മറ്റുള്ളവർക്ക് ചെയ്യുന്നതിനും വളരെ മിടുക്കരാണിവർ. എന്നാലും ഇവരിൽ അലസതയും ചഞ്ചല മനസ്ഥിതിയും സുഖഭാവ ചിന്തയും വന്നുകൂടുന്നതിനായി കൃത്യകാര്യ വിഘ്ന സ്വഭാവം ചിലപ്പോൾ കാണാം. ഇവർ മാതാവുമായി അനുകൂലരല്ല. സ്വതന്ത്ര ജീവിതം ഇഷ്ടപ്പെടുന്നവരും കോപസ്വഭാവികളും സ്വാർത്ഥ താല്പര്യമുള്ളവരുമാണ് ഇവർ. വിശാഖം, നാലാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഒന്നാം തരം പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങൾ ജനിച്ചവരുമായി കൊടുക്കൽ വാങ്ങലുകൾ ചെയ്യുന്നത് ശുഭമല്ല. രോഹിണി, തിരുവാതിര, പൂയം ഇവ 3, 5, 7 നാളുകൾ. വിവാഹം, സഹപ്രവർത്തനം, ബിസിനസ് പങ്കാളിത്തം ഇവ ഈ നാളുകാരുമായി ചെയ്യുന്നത് അത്ര ശുഭകരമല്ല. ഇവർക്ക് ബുധൻ, ശനി എന്നിവ പ്രതികൂല ഗ്രഹങ്ങളാണ്. ബുധന് ശ്രീകൃഷ്ണനെയും ശനിക്ക് ശാസ്ത്രി ഭജനം, ശിവഭജനം, ആഞ്ജനേയ ഭജനം ഇവ വിധിപ്രകാരം അനുഷ്ഠിക്കേണ്ടതാണ്. ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് നന്ന്. ഈ നക്ഷത്രത്തിന് മൃഗം ആന, വൃക്ഷം നെല്ലി, ഗണം മനുഷ്യഗണം, യോനി പുരുഷയോനി, പക്ഷി പുല്ല്, ഭൂതം ഭൂമി എന്നിവയാണ്. മേൽപ്പറഞ്ഞ മൃഗപക്ഷി വൃക്ഷാദികളെ നട്ടുവളർത്തി സംരക്ഷിക്കുകയും ചെയ്യുന്നത് ആയുരാരോഗ്യ ശ്രേയസ്സുകൾക്ക് നല്ലതാണ്. ഭരണി നക്ഷത്രക്കാർ ഐശ്വര്യത്തിനായി ചൊല്ലേണ്ട മന്ത്രമാണ് ഓം യമായ നമഃ. യമൻ ആണ് നക്ഷത്രദേവത. ഇപ്രകാരം നക്ഷത്രദേവതയെ വന്ദിക്കേണ്ടത്. ഭരണി നക്ഷത്രത്തിന് അനിഴം നക്ഷത്രവുമായി വിവാഹവേദമുണ്ട്. വിശേഷിച്ച് മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി എന്നീ നക്ഷത്രവുമായി ഈ നക്ഷത്രക്കാർ വിവാഹ ആലോചന നടത്തുവാൻ സ്വീകാര്യമല്ല.